റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ ഒരു സിഗ്നൽ 59 ആണെന്ന് പറയുമ്പോൾ റേഡിയോ റിസീവറിൻ്റെ എസ് മീറ്ററിൽ കൃത്യമായി -73 dBm കരുത്തുള്ള സിഗ്നൽ എത്തുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ഹൈ ഫ്രീക്വൻസി ബാൻഡുകളിലെ അന്താരാഷ്ട്ര നിലവാരമനുസരിച്ചുള്ള കണക്കാണിത്. ഇതിൻ്റെ പിന്നിലെ സാങ്കേതിക വശങ്ങൾ ഇനി പറയുന്ന രീതിയിലാണ്. ഇൻ്റർനാഷണൽ അമേച്ചർ റേഡിയോ യൂണിയൻ നിർദ്ദേശപ്രകാരം S9 എന്ന റീഡിംഗ് ലഭിക്കാൻ റിസീവറിൻ്റെ ആൻറ്റിന ഇൻപുട്ടിൽ 50 മൈക്രോവോൾട്ട് ഉണ്ടായിരിക്കണം. ഇതിനെ പവർ ലെവലിലേക്ക് മാറ്റുമ്പോഴാണ് അത് -73 dBm ആകുന്നത്. റിസീവർ മീറ്ററിലെ ഓരോ എസ് യൂണിറ്റും തമ്മിൽ 6 dB വ്യത്യാസമാണുള്ളത്. അതായത് ഒരു സിഗ്നൽ S8 നിന്ന് S9 വരുമ്പോൾ അതിൻ്റെ കരുത്ത് 6 dB, അതായത് ഏകദേശം 4 മടങ്ങ് പവർ വർദ്ധിക്കണം. S8 എന്ന് പറയുന്നത് -79 dBm, അതായത് 25 മൈക്രോവോൾട്ട് ആണ്. അതുപോലെ S7 എന്ന് പറഞ്ഞാൽ -85 dBm, 12.6 മൈക്രോവോൾട്ട് ആണ്. S9 മുകളിലുള്ള സിഗ്നലുകൾ dB/9 എന്നാണ് പറയുന്നത്. സിഗ്നൽ വളരെ ശക്തമാണെങ്കിൽ എസ് മീറ്ററിലെ സൂചി 9ഉം മുകളിലേക്ക് പോകും. ഇതിനെ നമ്മൾ 9+ അല്ലെങ്കിൽ dB/9 എന്ന് വിളിക്കുന്നു. S9 കഴിഞ്ഞ് 20 dB എത്തിയാൽ അതിനെയാണ് 20 dB/9 അല്ലെങ്കിൽ 59 + 20 എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം -73 dBm സിഗ്നലിനേക്കാൾ 20 dB കൂടി ശക്തമാണ് അതെന്നാണ്. അതായത് -53 dBm സിഗ്നൽ. ചുരുക്കത്തിൽ നിങ്ങളുടെ റേഡിയോ സിഗ്നൽ 59 ആണെന്ന് ആരെങ്കിലും റിപ്പോർട്ട് തന്നാൽ നിങ്ങളുടെ സിഗ്നൽ അവരുടെ റേഡിയോയിൽ കൃത്യം -73 dBm കരുത്തിൽ, അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ നോയ്സ് ലെവലിനേക്കാൾ വളരെ ഉയർന്ന അളവിൽ ലഭിക്കുന്നുണ്ട് എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. നമ്മൾ സാധാരണയായി പറയുന്ന dB, അതായത് ഡെസിബൽ എന്നതും സിഗ്നൽ അളക്കാൻ ഉപയോഗിക്കുന്ന dBm, ഡെസിബൽ മില്ലിവാട്ട് എന്നതും 2 വ്യത്യസ്തമായ യൂണിറ്റുകളാണ്. അതായത് -73 dBm എന്നത് മറ്റൊരു dB കണക്കല്ല, മറിച്ച് അതൊരു കൃത്യമായ പവർ ലെവലാണ്. ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കുക. dBയും dBmഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? dB അഥവാ ഡെസിബൽ എന്നത് ഒരു താരതമ്യ അളവ് അഥവാ റേഷ്യോ ആണ്. 2 സിഗ്നലുകൾ തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്ന് കാണിക്കാൻ മാത്രമാണ് dB ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി സിഗ്നൽ 6 dB കൂടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സിഗ്നൽ പവർ 4 മടങ്ങായി വർദ്ധിച്ചു എന്നാണ്. dBm അഥവാ dB മില്ലിവാട്ട് എന്നത് ഒരു നിശ്ചിത പവറിനെ സൂചിപ്പിക്കുന്ന അളവാണ്. ഇവിടെ 1 മില്ലിവാട്ട് പവറിനെയാണ് ബേസ് ലൈൻ ആയി 0 dBm ആയി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ എത്ര കുറവാണ് അല്ലെങ്കിൽ എത്ര കൂടുതലാണ് സിഗ്നൽ എന്നത് അളക്കാനാണ് dBm എന്ന അളവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ -73 dBm എന്നാൽ എത്ര വാട്ടാണ്? 0 dBm എന്നതിനേക്കാൾ താഴേക്ക് പോകുമ്പോഴാണ് മൈനസ് ചിഹ്നം വരുന്നത്. -73 dBm എന്നത് 1 മില്ലിവാട്ടിനേക്കാൾ വളരെ വളരെ ചെറിയൊരു പവറാണ്. -73 dBm എന്ന് പറഞ്ഞാൽ 0.00000005 മില്ലിവാട്ടാണ്. അതായത് ഏകദേശം 50 പീക്കോ വാട്ട്സ് പവറാണ്. ഒരു ഹാം റേഡിയോ റിസീവറിന് ഇത്രയും ചെറിയ, അതായത് 50 പീക്കോ വാട്ട്സ് പവറുള്ള സിഗ്നലിനെ പോലും വായുവിൽ നിന്ന് പിടിച്ചെടുത്ത് നമുക്ക് കേൾക്കാവുന്ന ശബ്ദമാക്കി മാറ്റാൻ കഴിയും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ പറയാം. 0 dBm എന്നത് 1 മില്ലിവാട്ട്, -1 dBm എന്നത് 0.79 മില്ലിവാട്ടാണ്. -3 dBm എന്ന് പറഞ്ഞാൽ 0.5 മില്ലിവാട്ട് അഥവാ അര മില്ലിവാട്ടാണ്. -50 dBm എന്നത് 0.00001 മില്ലിവാട്ടാണ്. ഇത്രയും 0 എഴുതുന്നതിന് പകരം വളരെ സിമ്പിളായി ഈ രീതി ഉപയോഗിക്കാമെന്നതാണ് ഈ രീതിയുടെ ഒരു പ്രത്യേക ഗുണം. +3 dB എന്നത് ബേസ് യൂണിറ്റായ 1 മില്ലിവാട്ടിൻ്റെ ഇരട്ടിയാണ്, അതായത് 2 മില്ലിവാട്ട്. ഇതിനെ നമുക്ക് വെറും dB ആക്കി മാറ്റാൻ പറ്റുമോ? നിങ്ങളുടെ റേഡിയോയിലെ പശ്ചാത്തല ശബ്ദം അഥവാ നോയ്സ് ഫ്ലോർ എത്രയാണെന്ന് അറിയാമെങ്കിൽ അതിനോട് താരതമ്യം ചെയ്ത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ SNR വെറും dBയിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് നിങ്ങളുടെ റേഡിയോയിലെ നോയ്സ് ലെവൽ -113 dBm ആണെന്ന് കരുതുക. നിങ്ങളുടെ സിഗ്നൽ ലെവൽ -73 dBm ആണെങ്കിൽ സിഗ്നലും നോയ്സും തമ്മിലുള്ള വ്യത്യാസം -73 -113 = 40 dB എന്ന് പറയാം. ഇവിടെ നമ്മൾ പറയുന്നത്
റിസീവിംഗ് സിഗ്നൽ ഇപ്പോഴുള്ള നോയ്സ് ലെവലിനേക്കാൾ 40 dB മുകളിലാണ് എന്നാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ വെറും dB എന്ന് മാത്രം ഉപയോഗിക്കുന്നത്.